ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു ഓൾ? സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ നടത്തിയായിരുന്നല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റിവിഷൻ നടത്തി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ടെസ്റ്റ് പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്തു എന്ന് കരുതുന്നു. സോ നമ്മൾ ഏത് ചാപ്റ്ററായിരുന്നു കെമിസ്ട്രിയുടെ പഠിച്ചുകൊണ്ടിരുന്നത്? മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, അതിലേത് പോർഷനാണ് നമ്മൾ പഠിച്ചത്? Chemical properties of metals and non-metals ആണ്. So we already learned the reaction of metals and non-metals with oxygen and water. Today we will learn the reaction of metals and non-metals with acid. So let's see how metals and non-metals behave with acid. So let's do an activity. Take a 4 test tube and label them A, B, C and D. Put a small piece of zinc granule in A, iron in B and charcoal in C and sulfur in D respectively. Okay, so 4 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 4 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഓരോ പേരിട്ടു, A, B, C and D. അതിനുശേഷം ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സിങ്ക് ഗ്രാന്യൂൾ ഇട്ടു, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അയൺ ഇട്ടു, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് അതായത് സി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ചാർക്കോൾ ഇട്ടു, നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തിട്ടു? ഡി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സൾഫർ ഇട്ടു. ഓക്കെ, ദെൻ ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ട്യൂബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോർക്ക്. ഒരു കോർക്ക് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത്, വായ് ഭാഗം നമ്മൾ മൂടി വെക്കുക, ക്ലോസ് ചെയ്യുക. ആഡ് 5 ml ഓഫ് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ് 1 by 1. ഓക്കെ, 5 ml വീതം ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓരോ ടെസ്റ്റ് ട്യൂബിലും ഒഴിക്കുക. സോ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? 4 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 4 ടെസ്റ്റ് ട്യൂബിന് ഓരോ പേരിട്ടു, A, B, C ആൻഡ് D. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സിങ്ക് ഗ്രാന്യൂൾ ഇട്ടു, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അയൺ ഇട്ടു, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചാർക്കോൾ എടുത്തു ആൻഡ് നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സൾഫർ. അതിനുശേഷം കോർക്ക് ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം 5 ml വീതം ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഒഴിച്ചു. ഓക്കെ, ദെൻ ഒബ്സർവ് ദ റിയാക്ഷൻ കെയർഫുള്ളി. അതിനുശേഷം നിങ്ങൾ ആ റിയാക്ഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചതിന് ശേഷമുള്ള റിയാക്ഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. If no reaction occurs in the cold solution, warm the test tube gently. ഇപ്പം കോൾഡ് സൊല്യൂഷനിൽ റിയാക്ഷൻ ഒന്നും നടന്നില്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ചെറുതായിട്ട് ചൂടാക്കണം. ഓക്കെ, so you will observe that in test tube A and B gases are formed, while in test tube C and D no gases formed. അല്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയും ബിയും ടെസ്റ്റ് ട്യൂബിൽ എന്ത് ഗ്യാസ് ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ സിയും ഡിയും ടെസ്റ്റ് ട്യൂബിൽ ഗ്യാസ് വല്ലതും ഫോം ചെയ്യുന്നുണ്ടോ? ഒരു ഗ്യാസും ഫോം ചെയ്യുന്നില്ല. ഓക്കെ, so we know that zinc and iron are metals whereas charcoal and sulfur are non-metals. ഓക്കെ, അപ്പോൾ ഇവിടെ സിങ്ക് അയണും ആണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തത്. സോ സിങ്കും അയണും എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, മെറ്റൽസ് ആണ്. എന്നാൽ ചാർക്കോളും സൾഫറും എന്ന് പറയുന്ന മെറ്റൽസ് ആണോ? അല്ല, മെറ്റൽസ് അല്ല, അത് നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, ബ്രിങ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ഈച്ച് ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഒബ്സർവ് കെയർഫുള്ളി. അതിന് ശേഷം എന്തുവാ? ഒരു കത്തിച്ച തീപ്പട്ടിക്കൊള്ളി ഓരോ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കണം. ഓക്കെ, സോ വാട്ട് വിൽ യു ഫൈൻഡ്? You will observe that gases formed in A and B are burned redly, but nothing happened in C and D. ഓക്കെ, അപ്പോൾ മാച്ച് സ്റ്റിക്ക് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും എയും ബിയിലും ഗ്യാസസ് ഫോം ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തോ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്തു ആ മാച്ച് സ്റ്റിക്ക്, പെട്ടെന്ന് കത്തുന്നതായിട്ട് കാണാൻ പറ്റി. പക്ഷേ സിയിലും ഡിയിലും കൊണ്ട് മാച്ച് സ്റ്റിക്ക് വെച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും റിയാക്ഷൻ നടന്നോ? അവിടെ ഒരു റിയാക്ഷൻ നടന്നതായിട്ട് നമ്മൾ കണ്ടില്ല. മാച്ച് സ്റ്റിക്ക് വെച്ചപ്പോൾ അത് ആളി കത്തിയോ വല്ലതും ചെയ്തോ? ഇല്ല. പക്ഷേ എയിലും ബിയിലും വെച്ചപ്പം അത് പെട്ടെന്ന് തന്നെ കത്തുന്നതായിട്ട് കണ്ടു. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോൺ മെറ്റൽസ് ജനറലി ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്, ബട്ട് മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഓക്കെ, അതായത് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഇവിടെ നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്? ചാർക്കോളും സൾഫറും. സോ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, വൈൽ മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്.
ഓക്കെ, എന്നാൽ മെറ്റൽസ് എന്ന് പറയുന്നത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഓക്കെ, സോ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മാച്ച് സ്റ്റിക്ക് കൊണ്ട് അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു സൗണ്ടാണ്, ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് ആളി കത്തും. അതിന് കാരണം എന്തുകൊണ്ട് ആളി കത്തുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് അത് ആളി കത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ പോപ്പ് സൗണ്ടിന് കാരണം എന്താണ്? ദ പോപ്പ് സൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രസൻസ് ആണ് ആ പോപ്പ് സൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മെറ്റൽസും നോൺ മെറ്റൽസും ആസിഡുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ കൂടെ കണ്ടത്. സോ നമ്മൾ എന്ത് മനസ്സിലാക്കി? നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, എന്നാൽ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,